റസൂലാണ് പറഞ്ഞതെങ്കിൽ ഖലാസ്, ലൗ ഖാലഹ, എന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ, ഫഖദ് സദഖ്, എന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. ഫസുമ്മിയ സുദ്ദീഖ, അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്നറിയപ്പെടുന്നത് റളിയല്ലാഹു അൻഹു. ലോകത്ത് വരാൻ പോകുന്ന എല്ലാ പുരോഗതിയും അള്ളാഹുവിനറിയാം. ലോകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഓൾ അലൈക്ക് ഇൻ ദ നോളജ് ഓഫ് അല്ലാഹ്. അള്ളാഹ്ക്ക് അതൊന്നൊരു വ്യത്യാസമില്ല. അള്ളാഹുവിന് അറിയില്ല 21-ാം നൂറ്റാണ്ടിലെ വലിയ വലിയ സ്പേസ് ഷട്ടിലുകൾ കണ്ടെത്തപ്പെടുമെന്ന്. അള്ളാഹുവിന്റെ ഏറ്റവും വേഗതയുള്ള ഭൂമിയിൽ മനുഷ്യന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഒരു സാധനം സൂര്യപ്രകാശമാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതിനപ്പുറം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആ വേഗതയിൽ പ്രകാശത്തിനല്ലാതെ വേറൊന്നിനും സഞ്ചരിക്കാനും പറ്റില്ല. അത്രേ, ഒരു വസ്തുവിനും അത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല. മണിക്കൂറിലല്ല, എത്ര, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതുകൊണ്ടാണ് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. പുണ്യനബി തങ്ങൾ പോയ സ്പീഡ് എത്ര നമുക്കറിയാം. അത് മുഅ്ജിസത്താണ്, ഖാരിഖുൽ ലിൽ ആദ. മനുഷ്യന് പരിചയമുള്ള, ചിന്തിക്കാൻ കഴിയുന്ന, ആലോചിക്കാൻ കഴിയുന്ന എല്ലാ ലോജിക്കും, മനുഷ്യന്റെ എല്ലാ റാഷണൽ റീസണിങ്, ഇതിനെയെല്ലാം മറികടക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ. എല്ലാം അങ്ങനെയാണ്. ഒരിക്കലും നമുക്കതിനെ ഭൗതികപരമായി വ്യാഖ്യാനിക്കാൻ പാടില്ല, കഴിയൂല. പക്ഷെ അതിന്റെ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കണം. പുണ്യനബി തങ്ങളെ അള്ളാഹു എന്താ പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ സ്ഥാനം സർവ്വ മനുഷ്യരെക്കാളും മീതയാണ്. സൗണ്ട് കൂട്ടിക്കോളും, നന്നായി കൂട്ടിക്കോളും, കൂട്ടണ്ടോ, എല്ലാവരെക്കാളും മീതയാണ്. വറഫഅനാ ലക ദിക്റക്. അപ്പൊ നീൽ ആംസ്ട്രോങ്ങിനെക്കാളും നബി തങ്ങൾ മീത തന്നെയല്ലേ? ഗഗാരിയെക്കാളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം മീതയല്ലേ? സ്പേസിലേക്ക് പോയ സയന്റിസ്റ്റുകളാണ് അവര്. യൂറി ഗഗാറിൻ, പുണ്യനബി തങ്ങൾ അതിലും മീതയാണ്. ഇത് 21-ാം നൂറ്റാണ്ടുകാരന് മാത്രമല്ല, ഇനി 25-ാം നൂറ്റാണ്ടുകാരനും ഇനി 500-ാം നൂറ്റാണ്ടുകാരനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു റെക്കോർഡ് ഭേദിക്കാൻ കഴിയില്ല. ഇത് 1400 കൊല്ലം മുമ്പ് ഹബീബിന് അള്ളാഹ് അനുവദിച്ചു കൊടുത്ത റെക്കോർഡാണ്. ഇതിനെ ആർക്കും ഭേദിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പരിശ്രമിക്കാൻ, ഇപ്പൊ നാസ എന്ന് പറയുന്ന സ്പേസിനെ സംബന്ധിച്ച് പഠിക്കുന്ന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു സംവിധാനം, നാസയുടെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും തൊട്ടടുത്തുള്ള സൂര്യന് നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം, സൂര്യൻ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. ഏറ്റവും അടുത്തുള്ളതുകൊണ്ട് സൂര്യൻ ഇത്ര വലുതായി കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 1.3 മില്യൺ എർത്ത് ക്യാൻ ഫിറ്റ് ഇൻസൈഡ് എ സൺ. ചിന്തിക്കാൻ പറ്റുമോ? സൂര്യന്റെ ഉള്ളിലേക്ക് 13 ലക്ഷം ഭൂമിയെ വെച്ചു കൊടുത്താലും അത് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുള്ള സാധനമാണ് സൂര്യൻ. അത്ര വലിയ ഗോളമാണ് നമ്മുടെ മുമ്പിൽ അസ്തമിക്കുന്ന നേരത്ത് ചെറിയ ഒരു വട്ടമായി കാണുന്നത്, ഉദിക്കുമ്പോൾ ചെറിയൊരു വട്ടം. ഭൂമിയെ, ഈ ഭൂമിയുടെ വലിപ്പം എത്രയാ ഭൂമിൻ്റെ വലിപ്പം? ഒന്ന് GPS ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ എർത്ത് ഒന്ന് എടുത്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കണ്ടേ? അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ ഓഷ്യനിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ഐലൻഡുകളൊക്കെ ഉണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, നമ്മൾ സൂം ചെയ്താൽ മാത്രമേ കാണുള്ളൂ, സൂം ഇൻ ചെയ്താലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ വലിയ സിറ്റിയാണ്, അവിടെ എയർപോർട്ടുണ്ട്, അവിടെ പിന്നെ സീപോർട്ട് ഉണ്ട്, അവിടെ ഒരുപാട് വീടുകളുണ്ട്, അവിടെ ഒരുപാട് പഞ്ചായത്തുണ്ട്. ഇത് ഒറ്റയടിക്ക് നോക്കിയാൽ കാണുന്നില്ല. ബഹ്റൈൻ ഇപ്പോൾ മാപ്പിൽ പെട്ടെന്ന് കാണൂല. ബഹ്റൈൻ ഇപ്പോൾ നല്ല എത്ര പ്രവാസികളുണ്ട് ബഹ്റൈനിൽ, നമുക്ക് സൂം ചെയ്താലേ കാണുള്ളൂ ബഹ്റൈനൊക്കെ. ടൈനി ഐലൻഡ്, പക്ഷെ ബഹ്റൈൻ്റെ വലുപ്പത്തിൽ അവിടെ എത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഈ ഭൂമി എത്ര വിശാലമാണ്! ഇതുപോലെയുള്ള 13 ലക്ഷം, 13 ഭൂമിയല്ല, 13,000-ഉമല്ല, 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണ് സൂര്യൻ. നാസയുടെ വെബ്സൈറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇത്ര വലുപ്പമുണ്ട് സൂര്യന്. യാ അല്ലാഹ്, എന്തായിരിക്കും എനിക്ക് വലുപ്പം? എത്ര ദൂരെയാണ് അള്ളാഹു കൊണ്ടുപോയി വെച്ചത് ഈ പ്രപഞ്ചം. ആസ്ട്രോളജി പഠിക്കരുത്, അത് അന്ധവിശ്വാസമാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പിന്നെ അന്ധവിശ്വാസ. നക്ഷത്രവാരഫലം എന്നൊക്കെ പറയില്ലേ, നക്ഷത്രഫലത്തെ സംബന്ധിച്ച് നമുക്ക് അത് ഷിർക്കും കുഫറിലേക്കും വരെ നമ്മൾ എത്തിച്ചു കളയും. ഒരിക്കലും പഠിക്കാൻ പാടില്ലതാണ് ആസ്ട്രോളജി. പക്ഷെ ആസ്ട്രോണമി അത് പഠിക്കണം. അത് ആകാശ ലോകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയ വലിയ വേഗതയുള്ളൊരു വാഹനമുണ്ട്, വോയേജർ 1. സൂര്യനിൽ നിന്നത് അകന്നുകൊണ്ടിരിക്കുന്ന സ്പീഡ് കണക്കാക്കുന്നത് 17.3 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 17 കിലോമീറ്റർ. സെക്കൻഡിൽ 17. സൂര്യപ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷമാണ്. സെക്കൻഡിൽ 17.
ആ വാഹനം വോയേജർ 1 എടുത്തിട്ട് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. പ്രോക്സിമ സെഞ്ചുറി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് 2 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഒന്ന് ആൽഫ സെഞ്ചുറി എ, മറ്റൊന്ന് ആൽഫ സെഞ്ചുറി ബി. ഈ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് തന്നെ ആ ഒരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ 70,000 കൊല്ലെടുക്കും. 70,000 കൊല്ലം മനുഷ്യന് പോകാൻ പറ്റുമോ? ആകെ 10, 60, 70 അടിച്ചു പോവുകയാണ്. അപ്പോഴേക്ക് മിസ് കോൾ വരും. 60 ആകുമ്പോഴേക്ക് എത്ര മിസ് കോൾ വരുന്നുണ്ട്? അപ്പോൾ സ്റ്റണ്ട് ഇട്ട് വരികയാണ്, 5 ചെയ്തിട്ടുണ്ട്, പിന്നെ അള്ള വിളിച്ചു കൊണ്ടുപോകുക തന്നെയാണ്. ഇപ്പം 60,000 കൊല്ലമൊക്കെ എങ്ങനെ നിൽക്കുക? ആർക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെയൊക്കെ? ഇത് മനുഷ്യന്റെ കഴിവ് ഇത്ര പരിമിതമാണ്. നമ്മൾ ഇസ്രാഇനെ പറ്റി പറയുമ്പോൾ, മിഅ്റാജിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ലഭ്യമായ നമ്മുടെ സാധ്യതകളെ നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പ്രോക്സിമ സെഞ്ചുറിക്ക് പോവുകയാണെങ്കിൽ 4 കൊല്ലം എടുക്കും. 4 കൊല്ലം. എങ്ങനെ? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിലൂടെയാണെങ്കിൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. അത് ഐൻസ്റ്റൈൻ തന്നെ മുമ്പേ എഴുതി വെച്ച് പോയി. ഒരിക്കലും കഴിയില്ല, ഒരു വസ്തുവിനും ആ സ്പീഡിൽ പോകാൻ കഴിയില്ല എന്ന്. പ്രകാശം അതിൻ്റെ ബോഡി വളരെ, അതിന് കാര്യമായൊരു ബോഡി എന്ന് പറയാനില്ലല്ലോ പ്രകാശത്തിൻ്റെ ബോഡി അല്ലാതെ ഒരു മാസ് എന്ന് പറയാനില്ലല്ലോ, തൊട്ടുവയ്ക്കാനൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രകാശത്തിന് പോകാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനും പോകാൻ കഴിയില്ല. ഫിസിക്സിൽ കുട്ടികൾ പഠിക്കുന്ന പിന്നെ വെലോസിറ്റിയെ കുറിച്ചുള്ള തിയറി മനസ്സിലാക്കിയേ പറ്റും. E=mc², എനർജി മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് പഠിക്കുമ്പോഴേ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ ചെറിയ ഒരു അനാലജി നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വേഗതയിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂല അത്. അപ്പം ഇനി 25-ാം നൂറ്റാണ്ട് വന്നിട്ടും കാര്യമില്ല, 1-ാം ആകാശം വരെ പോലും എത്താൻ കഴിയില്ല. 1-ാം ആകാശം എവിടെയാണെന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 1-ാം അസ്സമാഉദ് ദുനിയ, വലഖദ് സയ്യന്ന അസ്സമാഅദ് ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ വഅഅതനാ ലഹും അദാബസ് സഈർ. 1-ാം ആകാശത്തെയാണ് നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. 1-ാം ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും, കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. മോർ ദാൻ എ ബില്യൺ, 1 ബില്യൺ കണക്കിന് നക്ഷത്രം, 1 ബില്യൺ വേണം. അതാകുമ്പോഴാണ് മിനിമം, അപ്പോഴേ ഒരു ഗാലക്സി ഉണ്ടാകുന്നത്. അങ്ങനത്തെ മോർ ദാൻ എ ബില്യൺ ഗാലക്സി അള്ളാഹുവിന്റെ ലോകത്തുണ്ട്. ഇതൊക്കെ കിടക്കണം 1-ാം ആകാശത്തിന്റെ താഴെ. ഒരു പന്തിന്റെ ബ്ലാഡർ പോലെ സങ്കല്പിക്കുക. എല്ലാ ഭാഗത്തുനിന്നും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ബ്ലാഡർ, ഒരു കവറിങ്, അതാണ് 1-ാം ആകാശം. ആ കവറിങ് എവിടെയാണെന്ന് ഇതുവരെ സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ കണ്ടെത്തിയേ പറ്റൂ. കാരണം നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കാൻ. ഈ അകന്നകന്ന് അവസാന സ്ഥലത്ത് പോയി മുട്ടൂലേ? ഇതൊരിക്കലും ഇൻഫിനിറ്റ് ആവാൻ പറ്റൂലല്ലോ. ഇത് ക്രിയേഷനാണ്, ഇത് ദൃഷ്ടിപ്രപഞ്ചമാണ്, നമുക്ക് കാണാൻ കഴിയുന്ന ലോകമാണ്. ഈ പ്രപഞ്ചത്തിനൊരു അറ്റം വേണം. മുമ്പൊന്നും കടലിനറ്റല്ല എന്ന് പറയും, അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കടലിനറ്റുണ്ടല്ലോ, അക്കരയിലെ ഗൾഫ് രാജ്യങ്ങളും, ഒരു ഭാഗത്ത് ആഫ്രിക്ക കിടക്കുന്നത്, ഇപ്പുറത്ത് പോയാൽ ജപ്പാൻ ഐലൻഡുകൾ കിടക്കുന്നത്, ഇതൊക്കെ കടലിൻ്റെ അറ്റങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് USA എത്തും, കാനഡ എത്തും, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തും. ആയിക്കോട്ടെ, കടലിന് കരയുണ്ട്, പെട്ടെന്ന് നോക്കിയാൽ കാണൂല. ശരി തന്നെ, ഒന്ന് യാത്ര ചെയ്താൽ എത്തും. ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാന്നൊക്കെ ഖുർആനൊക്കെ അത് സൂചിപ്പിക്കുമ്പോഴേ എന്തൊരു അത്ഭുതമാണല്ലേ. 21-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും, 6-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും. അതാണ് അത്ഭുതം. അവർക്ക് അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ലോകമാണത്. പക്ഷെ ഖുർആൻ അത് പറഞ്ഞു. ഈ തക്വീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓവർലാപ്പിംഗ് ആണ്. അത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവാനേ പറ്റുള്ളൂ. റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ്, ഒരുപാട് മശ്രിഖും മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട ഒരു സാധനത്തിന് അങ്ങനെ ഒരുപാട് ഒരേ സമയം ഒരുപാട് ഉദയാസ്തമന പോയിന്റുകൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ. 6-ാം നൂറ്റാണ്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ 21-ാം നൂറ്റാണ്ടുകാരനും തിരിയുന്നത് അതേ ഭാഷ തന്നെ. അതാണ് ഖുർആന്റെ മുഅ്ജിസത്ത്. വാക്കുകൾ തിരുത്തൂല, അതങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ യാത്രയെ അല്ലാഹു പറയുന്നത് സുബ്ഹാന, പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. ഇസ്രാ മിഅ്റാജിൽ ഒരു ദിക്ർ പഠിക്കാനുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7-ാം ആകാശത്ത് വെച്ച് കണ്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഇബ്രാഹിം നബി കൊടുത്തൊരു ദിക്റുണ്ട്. ആ ദിക്ർ ഒരിക്കൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഈത്തപ്പനെ സ്വർഗത്തിൽ അല്ലാഹു നട്ടുതരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പെരുന്നാൾ നിസ്കാരത്തിൽ 2 തക്ബീറിന്റെ ഇടയിൽ അതല്ലേ ചൊല്ലല്? മറന്നോയാ? പെരുന്നാളിന് ഓരോ തക്ബീറിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിട്ട് അല്ലാഹു അക്ബർ ചൊല്ലും അല്ലേ? മറന്നുകൊണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന 33 ദിക്റില്ലേ? സുബ്ഹാനല്ലാഹ് 33, അത് 3 കൂടെ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോഴേ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് നബിയെ, അഖ്രി ഉമ്മത്തി മിന്നിസ്സലാം, അങ്ങയുടെ ഉമ്മത്തുകളോട് എൻ്റെ ഒരു സലാം പറഞ്ഞേക്കണേ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് നബി നിങ്ങൾ പറയാ. അപ്പം നമ്മൾ ഇബ്രാഹിം നബിക്ക് മറുപടി പറയാണ്, വഅലൈക്കസ്സലാമു യാ സയ്യിദനാ ഇബ്രാഹിം വഅലാ നബിയ്യിനാ സ്വലാത്തു വസ്സലാം വഅലാ സായിരിൽ അംബിയാഇ അജ്മഈൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്തതാ, നബിയെ ജനങ്ങളോട് പറയണേ, അൽ ജന്നത്തു ത്വയ്യിബത്തുൻ അർളുഹാ അദ്ബത്തുൻ മാഉഹാ, സ്വർഗം ഭയങ്കര രസമാണ് നബിയെ. പറഞ്ഞു കൊടുക്കി നിങ്ങളുടെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം. ഗൾഫ് അങ്ങനെയാന്ന് പറയാൻ പോകാൻ തോന്നുന്നു. സ്വർഗം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോകാൻ കൊതി വരണ്ടേ? ത്വയ്യിബത്തുൻ അർളുഹാ, അതിൻ്റെ ഭൂമി വളരെ മനോഹരമാണ്, സുഗന്ധമാണ്, കസ്തൂരിയാണ്, വെറും മണ്ണല്ല. അദ്ബത്തുൻ മാഉഹാ, സ്വർഗത്തിലെ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളമല്ല അത്. വൽ ജന്നത്തു ഖിആൻ, സ്വർഗം എന്നത് കൃഷിയിടമാണെന്ന് പറയണേ നബിയേ. വഗിറാസുഹാ, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം, അവരോട് വിത്ത് പാകാൻ പറയണം. ആ സ്വർഗത്തിൽ വിത്ത് പാകണം. ആ വിത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറ്റുന്നത്ര ചൊല്ലിക്കോളെ. ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു 500 ഈത്തപ്പനെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം ഇൻഷാ അല്ലാഹ്. എപ്പോഴും ചൊല്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. പുണ്യനബി തങ്ങളോട് നമ്മുടെ ഹബീബിന്റെ വല്യപ്പയായ ശൈഖുൽ അംബിയാ മഹാനായ അബുൽ അംബിയാ ആദം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഹബീബ് കാണുന്നു ബൈത്തുൽ മഅമൂറിലേക്ക് ചാരി നിൽക്കുന്നതായി. കഅബയുടെ നേരെ മുകളിൽ 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള അള്ളാഹുവിന്റെ കഅബയാണ്. കഅബയുടെ നേരെ മുകളിലുള്ള സ്ഥാനമാണ് ബൈത്തുൽ മഅമൂർ. ഇപ്പൊ ഭൂമി കറങ്ങുകയാണെങ്കിൽ ആകാശ ലോകത്തും അതിന് സമാനമായ കറക്കമുള്ള ഒരു ഗോളത്തിലോ ഒരു സ്ഥാനത്തോ കഅബ എങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ആവുന്നുണ്ടോ അതോ അതേ ഡയറക്ഷനിൽ കഅബയോടുകൂടെ, കാരണം ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മഅമൂർ എങ്ങാനും വീഴുകയാണെങ്കിൽ ലസഖത അലൽ കഅബ, അത് വീഴുന്നത് കഅബയുടെ മുകളിലേക്കായിരിക്കും. ആ എഞ്ചിനീയറിംഗ് ചെയ്ത ആളാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. കഅബിന്റെ എഞ്ചിനീയർ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം എന്തിനാ ഇപ്പോൾ കഅബക്ക് ഇത്ര വലിയ എഞ്ചിനീയറൊക്കെ വേണം? 4 ചുമര് വളരെ കറക്റ്റ് അല്ലേ? അത് വലിയൊരു എഞ്ചിനീയറിംഗ് സ്കില്ലൊന്നും അതിന് ആവശ്യമില്ലല്ലോ. പാലുണ്ടാക്കണ പോലെ ഒന്നും അല്ലല്ലോ അത്. അങ്ങനല്ലേ, 4 ചുമരല്ലേ ഉള്ളൂ, ഒരു സ്ക്വയർ ക്യൂബ് അല്ലേ എന്ന് തോന്നും അല്ലേ? പക്ഷേ അത് നിൽക്കുന്ന പൊസിഷനിങ് അങ്ങനത്തെ ഒരു എഞ്ചിനീയർക്കേ കഴിയുള്ളൂ. അത് നിൽക്കുന്നത് എവിടെയാണ്? ബൈത്തുൽ മഅമൂറിന്റെ നേരെ താഴെ വരണം. ആ സ്ഥാനവും അതിൻ്റെ പൊസിഷനിങ്ങും ജിബ്രീൽ അലൈഹിസ്സലാമാണ് നിശ്ചയിക്കുന്നത്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് യാ അള്ളാഹ്, ഹബീബായ നബി തങ്ങളെ അള്ളാഹു കൊണ്ടുപോയി. അസ്റാന പറഞ്ഞത്, സറാ മുഹമ്മദ് എന്നല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി എന്നല്ല. സുബ്ഹാനല്ലദീ അസ്റാ, അള്ളാഹ് കൊണ്ടുപോയതാ. പിന്നെന്താ പ്രശ്നം? വിശ്വസിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അള്ളാഹ്ക്ക് അത് ചെയ്യാൻ കഴിയില്ലേ? അള്ളാഹു ഖാലിഖാണ്. അള്ളാഹു അൽ ഖാദിറുൽ മുഖ്തദിറുൽ മുഖദ്ദിമുൽ മുഅഖിറുൽ അവ്വലുൽ ആഖിർ. അങ്ങനത്തെ ഒരു റബ്ബിന് പുണ്യ നബിയെ കൊണ്ടുപോയിക്കൂടെ? ഇൻ എനി വെലോസിറ്റി ഹി വോണ്ട്സ്. അത് വിഷയമുള്ള കാര്യമില്ല. അള്ളാഹ്ക്ക് അത് പറ്റൂലേ? അതാണ് ഇസ്രാഇന്റെ പ്രത്യേകത. ഇത് ഞാൻ കൊണ്ടുപോയ യാത്രയാണ് അള്ളാഹ് പറയാം. എന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ, അള്ളാഹു പരിശുദ്ധനാണ്. ഗ്ലോറിഫൈഡ് ഈസ് അല്ലാഹ്, ഗ്ലോറി ബി ടു ഹിം. അള്ളാഹുവിനാണ് സർവ്വ പരിശുദ്ധിയും. അള്ളാഹു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഒരുപാട് പാഠങ്ങൾ ഈ ഇസ്രാ മിഅ്റാജ് പഠിക്കുക. ഒക്കെ നുക്തകളാണ്, ഓരോ വാക്കിലും ഹിക്മത്തുകളാണ്. അതെല്ലാം കൂടെ നമുക്ക് പറയാൻ സമയം ഉണ്ടാവുമെന്നറിയില്ല. മാക്സിമം ക്ഷീണിക്കുന്നവരെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഓരോന്നും മെസ്സേജ്, ഇത് കഥ കേൾക്കണ പോലെ കേൾക്കാനുള്ള സംഭവമല്ല. നമ്മളെപ്പോഴെന്താ അവിടെ പോയി ഇവിടെ പോയി നബി ഞങ്ങൾ പോയി വന്നല്ലേ, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? അതല്ല, ഇത് ഓരോ സ്റ്റെപ്പും നമുക്കുള്ള പാഠങ്ങളാണ്, ഒക്കെ മെസ്സേജുകളാണ്. അള്ളാഹു കൊണ്ടുപോയി നബിയെ അസ്റാ, രാത്രിയാ കൊണ്ടുപോയത്. അവിടെ ചില കാര്യങ്ങളുണ്ട്. രാത്രി
ഒരു രാത്രിയാ. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവർക്കും ഒരു രാത്രി തന്നെ അറിയുള്ളൂ അല്ലേ? പക്ഷേ രാത്രികളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് രാത്രിയിൽ. ഒന്ന് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. കിടന്നുകൊണ്ട് അല്ലാഹുവിനെ കിടക്കാൻ കഴിയാതെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ, അവർക്കൊരു രാത്രിയുണ്ട്. ഇപ്പുറത്ത് കള്ളുകുടിയന്മാരുടെ രാത്രിയുണ്ട്. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് സാമീപ്യം പുലർത്തുന്ന അള്ളാഹുവിൻ്റെ ഇബാദിന്റെ ഒരു രാത്രിയുണ്ട്. പിശാചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു രാത്രിയുമുണ്ട് ചില ആളുകൾക്ക്. ഖുർആനോദിയും ദിക്ർ ചൊല്ലിയും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സുബ്ഹി നേരത്തെ അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. സുബ്ഹി നേരത്തെ കള്ളുടി ചാടുന്നവരാ, മയക്കുമരുന്നടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരാ. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്. നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ രാത്രി എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, കളി കണ്ടിട്ടും അല്ലാതൊക്കെ നമ്മൾ കുറേ രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടി കഴിഞ്ഞു അല്ലേ? ആ വേൾഡ് കപ്പ് അങ്ങനെ ഒരു കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം നമ്മൾ ഉറക്കൊഴിക്കും അല്ലേ? ഉറക്കൂലേ? റമളാൻ ഒരു മാസം ആകുമ്പോഴേക്കും പഠിച്ചവനെ ഒരു മാസമൊക്കെ എന്തിനാ എന്ന് തോന്നുന്ന ആൾക്കാർ ഒരു കൊല്ലം വേൾഡ് കപ്പാണെങ്കിൽ ഒരു കൊല്ലം ഉറക്കൊഴിക്കൂലേ? എന്നൊന്നും കളി ഉണ്ടാവില്ല, അത് വലിയ ഭാഗ്യം. എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള നമ്മുടെ സമയം കൊല്ലാൻ കഴിയുന്ന എൻ്റർടൈൻമെൻറ്റുകൾ ഉള്ളത്, അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സജീവമാണ്. നമ്മുടെ ഉമ്മത്ത് സജീവമാവേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിലാണ്. നിങ്ങൾ ഈ വാദിന് വന്നോ ഇല്ലേ എന്നതൊന്നുമല്ല വിഷയം. നിങ്ങൾ നല്ല മനുഷ്യന്മാരാണോ എന്നറിയുമ്പോൾ നമ്മുടെ മസ്ജിദിലെ സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിന് എത്ര സ്വഫ് ആളുണ്ട്, അവിടെയാണ് അല്ലാഹു നമ്മളെ നോക്കുന്നത്, അവിടെയാണ് നമ്മുടെ വില കിടക്കുന്നത്. അതിന് നമ്മളെ കിട്ടുമില്ലേ? അതിന് നമ്മളെ കുട്ടികളുണ്ടോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. ഹബീബായ നബി തങ്ങളെ അല്ലാഹു കൊണ്ടുപോകുന്നത് രാത്രിയിലാണ്. അല്ലാഹു പകൽ കൊണ്ടുപോയിക്കൂടെ? ഉച്ച കൊണ്ടുപോയിക്കൂടായിരുന്നോ? അസ്റാ, രാത്രിയാണ്, അല്ലാഹുവാണ് കൊണ്ടുപോകുന്നത്. നബിതങ്ങളായിട്ട് ഒറ്റക്ക് പോയതല്ല, അല്ലാഹു കൊണ്ടുപോയി. പിന്നെ അവിടെ സംശയം ഉദിക്കുന്നില്ല മുഅ്മിനായ മനുഷ്യന്. ആ യാത്ര നബിതങ്ങളുടെ ശരീരത്തോടു കൂടെയുള്ള യാത്രയാണ്, ആത്മാവിന്റെ യാത്രയോ ഒരു സ്വപ്നമോ അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഫിത്നയാവില്ലല്ലോ, അത് പരീക്ഷണമായി എന്നല്ലേ പറഞ്ഞത്. വമാ ജഅൽന الرؤيا التي أريناك إلا فتنة للناس. നബിയെ, അങ്ങേക്ക് നാം കാണിച്ചു തന്ന റുഅ്യ എന്ന് പറഞ്ഞാൽ റുഅ്യൽ ഐൻ, കണ്ണിന്റെ കാഴ്ചക്കും റുഅ്യ എന്ന് അറബ് ഭാഷയിൽ പറയും. അതിന് ഒരുപാട് ഷാഹിദ് ബൈത്തുകളൊക്കെ ജാഹിലിയ കവികളുടെ തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. കണ്ണിന്റെ കാഴ്ചക്കത് പറയും. എന്തുകൊണ്ട്? അത് പരീക്ഷണമാ. നബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു എന്ന് വന്ന് പറഞ്ഞപ്പോഴേ കുറെ ആൾക്കാർ, എന്ത് നബിയെ, എവിടെ പോയി? മസ്ജിദുൽ അഖ്സയിക്ക, ഈലിയായിലേക്കോ 40 ദിവസം എടുക്കണം, ഇന്നലെ രാത്രി പോയി വന്നു. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആ സംഭവമാണെങ്കിൽ നമ്മൾ പറയാം, അതിന് എന്താ കുഴപ്പം, നല്ല ഫാസ്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ പറയാം. അന്നത്തെ ആളുകൾ അത് വിശ്വസിച്ചില്ലേ? സിദ്ദീഖ് എന്നവരുടെ അടുത്ത് പോയിട്ട് ഓടിച്ചെന്ന് അബൂജഹലിന്റെ ആളുകളല്ലേ പറഞ്ഞത്, സിദ്ദീഖേ നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്താ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. എന്തേ? ഇന്നലെ മസ്ജിദുൽ അഖ്സയിൽ പോയി വന്നു പോലും നിന്റെ കൂട്ടുകാരൻ. എന്റെ റസൂൽ അത് നിങ്ങളോട് പറഞ്ഞോ? ആ പറഞ്ഞു. സദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചു. അലാ വഹി സമാ, ആകാശ ലോകത്ത് നിന്ന് ഹബീബിന് വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓരോ ദിവസവും. പിന്നെ എന്തെനിക്കത് പ്രയാസം? വഹി വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? എൻ്റെ റസൂലിന്റെ യാത്ര എനിക്ക് വിശ്വാസമാണ്. എൻ്റെ റസൂലിന് അല്ലാഹു ചെയ്ത ആദരവാണത്. ലോകത്ത് ഒരിടത്തും നടക്കാത്ത ഒരു മഹാസമ്മേളനത്തിന്റെ സംഭവം സാക്ഷിയായ ഒരു യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി പഠിക്കാനുണ്ട്. നബിതങ്ങൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനെ വിളിച്ചുണർത്തുന്നത്. തആല യാ റസൂലല്ലാഹ്, നബിയെ വരണം. കഅബാലയത്തിന്റെ അടുത്താണ് സംസം കിണറുള്ളത്. സംസത്തിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ആ സംസം കിണറിന്റെ അരികിൽ ഹബീബിനെ കിടത്തുന്നു. അവിടുത്തെ പരിശുദ്ധമായ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എങ്ങനെ? ചോരയില്ല, അടയാളവുമില്ല. ലേസർ സർജറി ഇന്ന് നടക്കുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ലേസർ ട്രീറ്റ്മെന്റ്, ഒന്നും ഉള്ളിലേക്ക് പോകണില്ല. ലേസർ ലൈറ്റ് പോലും നമ്മൾ അറിയുന്ന പോലുമില്ല. അവിടെ കട്ട് ചെയ്യുന്നുണ്ട്, മുറിക്കേണ്ടത് മുറിച്ചിടുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് പ്രബലമായ അഭിപ്രായ പ്രകാരം 2 തവണ അല്ലാഹു തആല ഷഖ്ഖുൽ ഖൽബ് ചെയ്തിട്ടുണ്ട്, ഹൃദയം പിളർത്തിയിട്ടുണ്ട്. ഒന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ഹലീമത്തു സഅദിയ ബീവിയുടെ കൂടെ തായിഫിൽ അള്ളാഹുവിന്റെ ഹബീബ് താമസിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ടാമത്
ഇസ്രാ മിഅ്റാജ്. അതല്ല 4 തവണ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. പുണ്യനബി പറയുന്നു, എൻ്റെ ഹൃദയം പുറത്തെടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്വർണത്തിന്റെ തളിക കൊണ്ടുവന്നിട്ടുണ്ട്. ആ തളിക മുലിഅത്ത് ഈമാനൻ വഹിക്മ, ഈമാനും തത്വജ്ഞാനവും ഈമാനുമാണത് നിറച്ചിരിക്കുന്നത്. അത് എൻ്റെ കൽബ് സംസം കൊണ്ട് കഴുകിയിട്ട് ഈമാനും ഹിക്മത്തും അതിൽ നിറച്ചിട്ട് എൻ്റെ കൽബ് അവിടെ തന്നെ വെച്ച് തന്നു. എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കഅബക്ക് ചുറ്റും 7 റൗണ്ട് തവാഫ് ചെയ്തു ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ റെസ്റ്റ് വേണ്ടി വന്നിട്ടില്ല, സർജറി കഴിയുന്നു, നബി തങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കിൻ്റെ കൂടെ തവാഫ് ചെയ്യാണ്. അതിനിടയ്ക്ക് നബി തങ്ങൾ കൈറ്റിനറി കൊടുത്തു. യാത്രയുടെ എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്, എവിടേക്കൊക്കെയാണ് നമ്മൾ എത്താൻ പോകുന്നത്, യാത്രയുടെ വിവരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുകയാണ്. തവാഫ് കഴിഞ്ഞു. നബി തങ്ങളെ, ഇതാ അങ്ങേക്ക് കയറാനുള്ള വാഹനം. തങ്ങൾ ബുറാക്കിനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത ഭംഗിയുള്ളൊരു വാഹനം, അത് സ്മോളർ ദാൻ എ മ്യൂൾ ആൻഡ് ബിഗർ ദാൻ എ ഡോങ്കി. വലിയ ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും വയ്യ, ചെറുതാണെന്നും പറയാനും വയ്യ. ഒരു കഴുതയേക്കാളും മീതയാണ് അക്രമക്കുമുല്ലാഹ്. അത് കഴിഞ്ഞ് ഒരു കോവർ കഴുതയേക്കാൾ താഴെയുമാണ്. അങ്ങനത്തെ ഒരു മൃഗമാണ്, അതിന് ചിറകുകളുണ്ട്. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഈ യാത്രക്ക് ഞാൻ അങ്ങേക്ക് വേണ്ടി സ്വർഗ്ഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനമാണിത്. ഇത് പുണ്യ നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റി വിശ്വസിക്കുന്നു. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്. ഇസ്രാ നിഷേധിച്ച ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. അത് ഖുർആന്റെ നസ്വാണ്. മിഅ്റാജ് ഹബീബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, സ്വരീഹായ ഹദീസിന്റെ വചനങ്ങൾ. തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, ഇർകബ് യാ റസൂലല്ലാഹ്, നബിയെ കയറിക്കോളൂ, ബുറാക്കിന്റെ പുറത്ത് കയറിക്കോളൂ. അപ്പൊ ജിബ്രീൽ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞ മറുപടി, ജിബ്രീലേ, നിങ്ങൾ കയറി ആദ്യം, നിങ്ങൾ കൊണ്ടുവന്നതല്ലേ. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, സ്വാഹിബു ദാബത്തി അദ്റാ ബിദാബത്തിഹി വസ്വാഹിബുൽ മകാനി അദ്റാ വഔലാ ബിമകാനി. ഒരാളുടെ വണ്ടി അത് അയാളാണത് ഉപയോഗിക്കാൻ ഏറ്റവും അർഹത ഉള്ള ആള്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു പ്രത്യേകമായൊരു ചെയറോ ഒരു സീറ്റോ ഉണ്ടെങ്കിൽ ഒരു അതിഥി വന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ, അവിടെ കയറി ഇരിക്കാൻ പാടില്ല. അത് വാപ്പാൻ്റെ ചെയറാണ്, വാപ്പാൻ്റെ മുസല്ലിയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അത് അവർ സമ്മതം തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ജിബ്രീൽ തങ്ങളോട് ആ ഒരു അദബാ പുണ്യ നബി കാണിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ, നിങ്ങൾ കയറിൻ. മുആദ് തങ്ങളും നബി തങ്ങളും യാത്ര പോയ ചരിത്രമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയും, എന്നോട് നബി തങ്ങൾ അന്നൊരിക്കൽ തങ്ങളുടെ കയ്യിൽ ഒരു കഴുതയുണ്ട്, തങ്ങൾ യാത്ര ചെയ്യാൻ. അപ്പൊ എന്നെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മുആദ്, തങ്ങൾ ഇറങ്ങി കഴുതപ്പുറത്തുനിന്ന്, മുആദെ കയറിക്കോളി എന്ന് പറഞ്ഞു. മുആദ് എന്നവർ പറഞ്ഞു, നബിയെ, ഞാൻ കയറൂല, അങ്ങ് കയറണം, ഞാൻ കയറൂല എന്ന്. അപ്പൊ തങ്ങൾ കയറിയിരുന്നു. തങ്ങൾ മുആദ്, നിങ്ങളും കയറിക്കോ. അപ്പൊ 2 ആളെ കൊണ്ടുപോകാൻ പറ്റുന്ന കഴുതയാണ്. അങ്ങനെ മുആദ് എന്നവരും അതിന്റെ പിന്നാലെ കയറി. നബി തങ്ങളും മുആദ് എന്നവരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കഴുത ഒരു കല്ലിൽ ചവിട്ടിട്ട് നബി തങ്ങളും താഴെ വീണു, മുആദ് എന്നവരും താഴെ വീണു. മുആദ് റളിയല്ലാഹു അൻഹു നാണിച്ച് വിഷമിച്ചു. നബി തങ്ങൾ ഫതബസ്സമ റസൂലുള്ളാഹ്, നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ റോഡല്ലേ, കയറിക്കോളി മുആദ്. ഞാൻ കയറില്ല നബിയെ, അങ്ങ് കയറിക്കോളി ആദ്യം. അങ്ങനെ നബി തങ്ങൾ വീണ്ടും കയറി. വീണ്ടും മുആദ് എന്നവർ ബാക്കിൽ കയറി. അവർ രണ്ടുപേരും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്തു. വീണ്ടും ഈ കഴുത കാല് കുതറി. അങ്ങനെ നബി തങ്ങളും വീണു, മുആദ് എന്നവരും വീണു. ഫതബസ്സമ റസൂലുള്ളാഹ്, പുണ്യ നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ മുആദ് എന്നവർ പേടിച്ച് നാണത്തോടുകൂടെ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. എന്ന് മുആദ് റളിയല്ലാഹു അൻഹു, അതിൽ നബി തങ്ങളോട് മുആദ് എന്നവർ കാണിച്ച ഒരു അദബുണ്ട്. തങ്ങൾ കയറാതെ എങ്ങനെ ഞാൻ കയറുക? ആ അദബാണ് നബി തങ്ങൾ ജിബ്രീൽ തങ്ങളോട്, ജിബ്രീലെ, നിങ്ങൾ കയറി ബുറാക്കിന്റെ മീതെ, എന്നിട്ട് ഞാൻ കയറാം. അങ്ങനെ നബി തങ്ങളും നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാക്കിന്റെ മുകളിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവാണ്. തങ്ങൾ പറയുന്നു, ലാ യുഫവ്വിതുനി വലാ ഉഫവ്വിതുഹു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ ജിബ്രീൽ എന്നവർ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര. ആരും ആരെയും മിസ്സായിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കൂടെയുണ്ടായിരുന്നു ആ യാത്രയിൽ. എന്നെ ജിബ്രീൽ തങ്ങൾക്ക് മിസ്സായില്ല, ജിബ്രീൽ തങ്ങൾക്ക് എൻ്റെയും മിസ്സായിട്ടില്ല. അങ്ങനെയാണ്. ലാസിം മൽസൂം എന്ന് പറയും. ഒരാളുള്ളടുത്ത് മറ്റേ ആളുണ്ടാവും. അങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരാളുള്ള സ്ഥലം കിട്ടിയാൽ അവിടെ അവൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരിക്കും. ലാസിം മൽസൂം എന്നൊക്കെ അറബി പറയും. അപ്പോൾ പുണ്യ നബി തങ്ങളുടെ സുഹൃത്താണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ലാ യുഫവ്വിതുനി വലാ ഉഫവ്വിതുഹു. ഞാനും ജിബ്രീൽ എന്നവരും ഒരുമിച്ചാണ്. രണ്ടാളും ആരും ആരെയും മിസ് ചെയ്യുന്നില്ല. കൂട്ടുകാരെ, നമ്മൾ പറയും, ഒരു ആപ്തവാക്യമുണ്ട്, tell me what you read, I can tell you what type of a person you are. മുമ്പ് പറയില്ല, അങ്ങനെയല്ല. tell me who is your friend, I can tell you who you are.
ഇന്ന് അതുമല്ല അല്ലേ. നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി, നിങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വായിക്കുന്നത് എന്താന്ന് പറഞ്ഞേരി, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ എന്താ പറയാന്നറിയോ? നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ? നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞുതരാം നീ കള്ളുടിക്കുണ്ടോ ഇല്ലേ എന്ന്. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞുതരാം നീ നിന്റെ വാപ്പയെ ഉമ്മയെ അനുസരിക്കോ ഇല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൂട്ടുകാർ, നിങ്ങൾ ഓരോരുത്തരുടെയും ദീനളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കള് കൂട്ടുകാരായി നിർത്തേണമേ. നിങ്ങളെ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നല്ല മജ്‌ലിസിലേക്ക് കൊണ്ടുവരുന്ന ആള്, അങ്ങനത്തെ ആളായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ. ആരാവരുത്? പിശാചിന്റെ കൂട്ടുകാരനാവരുത്. നന്നാക്കാൻ പറ്റുമെങ്കിൽ ആളെ നന്നാക്കി എടുക്കുക, ഇല്ലേ ഒഴിവാക്കുക. നല്ല കൂട്ടുകാരുടെ കൂടെ എന്തേ ആ കൂട്ടുകെട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. ഇപ്പൊ വിചാരിക്കേണ്ടത് സ്കൂൾ കുട്ടികളെ പറ്റി പറയണത് അല്ലല്ല. 90 വയസ്സായ ആൾക്കും നല്ല കൂട്ടുകാരൻ വേണം. 90 വയസ്സായാൽ പോലും കൂട്ടുകാരെ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടാം. അങ്ങനെ ഉണ്ടാവോ? 90 വയസ്സായിട്ടൊക്കെ ഈമാൻ പോകും. ചില കൂട്ടുകാരങ്ങനെയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല. അബൂജഹലും അബൂ സുഫിയാനും എന്നവരും കൂടിയിട്ടാണ് 90 കഴിഞ്ഞ് 100 എത്തുന്ന അബൂ താലിബിന് ഈമാനും ഹിദായത്തും നഷ്ടപ്പെടുന്നത് സ്വന്തം ചങ്ങായിമാരെ കൊണ്ടാ. അവരാണ് കലിമ ചൊല്ലാൻ വിടാതിരുന്നത്. വയസ്സിന്റെ കുറവാണോ? വയസ്സ് 90 കഴിഞ്ഞിട്ടുണ്ട് അബൂ താലിബിൻ എന്നവർക്ക്. പക്ഷേ കലിമ എല്ലാം വിട്ടില്ല. അബൂ താലിബ്, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പുതിയ മതത്തിലേക്ക് പോവാണോ? എന്നാ പിന്നെ മുഹമ്മദേ എനിക്കത് പറയാൻ പറ്റൂല. നല്ല മതം തന്നെയാണ് നിങ്ങളുടെ മതം, പക്ഷേ എനിക്ക് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു വഹിദാറു മസബ്ബതി ലവജതനി സംഹൻ ബിദാക മുബീനാ. മുസ്ലിമായില്ല അബൂ താലിബ്. എന്ത് കാരണം? സ്വന്തം കൂട്ടുകാര് കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായ നല്ല മക്കളെ അള്ളാഹു കൂട്ടുകാരായി കൊടുക്കട്ടെ. നമ്മൾക്കും അള്ളാഹു നല്ല സുഹൃത്തുക്കളെ അള്ളാഹു തരട്ടെ. നമ്മൾ അള്ളാഹുലേക്കാണ് ശരിക്കും എടുത്താണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുവിന് ശരിയാക്കി തരുന്ന. കച്ചറ കൂട്ടുകാരെ മുമ്പിനെ നമ്മളോട് വിളിക്കാതെയാവും, നമ്മുടെ അടുത്ത് വരാതെയാവും. അവരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. നല്ല കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു തദ്ബീറാണ്, അള്ളാഹുവിന്റെ തൈസീറാണത്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടുകാരിൽ. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. അതിൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെ കമ്പനി നടക്കുന്നുണ്ടാവും. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവർ പിന്നെ വിളിക്കാണ്ടാവും, അവർ വരാതാവും. പിന്നെ കാരണമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിൾ അള്ളാഹു ഫിൽട്ടർ ചെയ്യുന്നതാണ്. അള്ളാഹുലേക്ക് അടുക്കണം. പുണ്യനിബിതങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ്. ബുറാഖിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ എവിടെയാണോ ബുറാഖിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് ബുറാഖിന്റെ കാല് വെക്കുന്നത്. അങ്ങനെ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം. ഇതിന്റെ സെക്കൻഡ് ഒന്നും വേണ്ട, മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ. രാത്രിയാണ് മസ്ജിദുൽ അഖ്സയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടു. എവിടെ? ബുറാഖിനെ കെട്ടിയിടുന്ന ഒരു സാരിയ എന്ന് പറഞ്ഞ പില്ലർ എന്നാണ്. പില്ലർ, തൂണില്ലേ പില്ലർ, ആ പില്ലറാണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ പ്രകാശത്തിന്റെ കരം കൊണ്ട് ചെത്തിക്കൊടുത്തുണ്ടാക്കിയ ഒരു ചെറിയ പില്ലറാണിത്. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാൽ, മസ്ജിദുൽ അഖ്സ സിയാറത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകാറുണ്ട്. അവിടെ മസ്ജിദുൽ ബുറാഖ് കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങിയ ഖിബ്ല എങ്ങോട്ടാണെങ്കിൽ വലത് ഭാഗത്ത് ഒരു പള്ളിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് ചെന്ന ചെറിയ പള്ളി, സ്റ്റേജിന്റെ അത്രയുള്ള പള്ളി. അവിടെ ഒരു ചുമരിൽ ഒരു വട്ടക്കണ്ണിയുണ്ട്, ഇരുമ്പിന്റെ ഒരു റിങ്. ആ റിങ് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അവിടെയാണ്, ആ ഇരുമ്പുമ്മലല്ല കെട്ടിയിട്ടത്. ആ ഇരുമ്പ് നിൽക്കുന്നത് ഒരു പാറയിലാണ്. അപ്പൊ അത് ചുമരാണ്. ആ പാറയിലാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഒരു പാറയുടെ ഒരു പില്ലറുണ്ട്, പാറയുടെ ഒരു തൂണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനത്തെ പുണ്യനബി കെട്ടി. എന്തിനാ നബി കെട്ടിടേണ്ട ആവശ്യം ചോദിക്കാലോ? അത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വാഹനല്ലേ, അത് അവിടുന്ന് പോകുന്നില്ലല്ലോ, അവിടെ ഉണ്ടാവുമല്ലോ. തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനല്ലേ, അതിനിപ്പോ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ? വേണം. അഖ്ദും ബിൽ അസ്ബാബ്, നമ്മൾ സബബുകൾ ചെയ്യണം. അല്ലാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്. നമ്മൾ ചെയ്യണം. അത് നമ്മളൊരു വാഹനവുമായി വന്നാൽ ശരിക്കും പാർക്ക് ചെയ്യണം.
ഒട്ടകത്തെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോഴേ സ്വഹാബി വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, എന്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, കെട്ടിയിടാതെ അങ്ങയുടെ മജ്ലിസിൽ വന്ന് ഇരുന്നാൽ മതിയോ? തങ്ങൾ പറഞ്ഞെന്താണ്? യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ വാഹനത്തെ കെട്ടിയിടണേ, എന്നിട്ട് അല്ലാഹുവിനോട് തവക്കുലാക്കിക്കോളി, എന്നിട്ട് അല്ലാഹുവിനെ ഏൽപ്പിക്കിൻ, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. കെട്ടിയിടാതെ അള്ളാഹിനെ ഏൽപ്പിച്ചു വന്ന ആ ഒട്ടകം, നിങ്ങൾ അതിനോട് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു സബബ്, അതിനെ കെട്ടിയിടണം. കെട്ടിയിട്ടാലും ഒരാൾ വേണമെങ്കിൽ അയച്ചു കൊണ്ടുപോകാം, അത് അള്ളാഹിന്റെ ഖദാഅ്. അത് നിങ്ങൾ തവക്കുലാക്കി വിട്ടാൽ മതി, അള്ളാഹു നിയന്ത്രിച്ചോളും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം. അതാ, കുട്ടി തീരെ എക്സാമിന് പഠിക്കണില്ല, SSLC എക്സാം വരെയാണ്, ദ്വാരക്കണേ എന്ന് പറഞ്ഞ് നടക്കുക. കുട്ടി ജന്മത്തിൽ ബുക്ക് എടുത്ത് പഠിക്കണില്ല, വല്ല കാര്യമുണ്ടോ? അവൻ പഠിക്കണം. പഠിച്ചാൽ തന്നെ ചിലപ്പോൾ എക്സാമിന് എന്ന് പനി വന്ന് പോകാൻ പറ്റില്ല എന്ന് വരും, എക്സാമിന് എന്നെല്ലാം മറന്നു വരും. അതിന് ദ്വാരപ്പിക്കണം. അധ്വാനിക്ക കൂടെ ദ്വാരക്കും ചെയ്യുക. അധ്വാനം ഇല്ലാണ്ട് നമ്മൾ ദ്വാരന്നിട്ട് മാത്രം കാര്യം. മസ്ജിദുൻ നബവിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര് വന്നിരിക്കുന്നു, ഭയങ്കര ദിക്റും സ്വലാത്തും ചൊല്ലി അവിടെ ഇരിക്കുക. എന്താ പണി എന്ന് ചോദിച്ചു. ഞങ്ങൾ യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ. എന്താ നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു ഉമർ എന്നവര് റളിയല്ലാഹു അൻഹു. നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നാ. പക്ഷെ നബി ഇല്ല, അതുകൊണ്ട് ഉമർ നബി ആയില്ല. പക്ഷെ ഒരു നബി ആകുമെങ്കിൽ അങ്ങനത്തെ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെന്നാ ഭക്ഷണം? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരൂലേ, ഞങ്ങൾ അത് നിന്ന് ഇവിടെ ഇരുന്നോണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുക, എപ്പോൾ വരാന്ന് പറഞ്ഞു. വടി എടുക്കാൻ പോയതാ. അതിൽ ഇവർ എഴുന്നേറ്റ് കൂടി. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ആകാശത്ത് നിന്ന് സ്വർണ്ണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? പോയി പണിയെടുക്കുന്നു പറഞ്ഞു. ജോലി ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറച്ചാൾക്കാർക്ക് അടി കിട്ടി, അല്ലാത്തൊരു മുമ്പ് നിന്ന് ഇറങ്ങി ഓടി. ഉമർ തങ്ങളുടെ പഠിപ്പിക്കുക, അത് സബബ്, നമ്മൾ സബബ് ചെയ്യണം. ജോലി അന്വേഷിക്കുന്നുണ്ട്, പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ഇല്ല, PG ഇല്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. ആഗ്രഹിക്കുന്നത് എഞ്ചിനീയർ ആവണമെന്ന്. എഞ്ചിനീയർ പണി കിട്ടണം, നടക്കുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് പറയാം, പഠിച്ചോനെ ബോംബെക്ക് എത്തിക്കണേ, വല്ല കാര്യമുണ്ടോ? ബോംബെക്കുള്ള ട്രെയിനിൽ തന്നെ കയറണ്ടേ? സബബ് ചെയ്യണ്ടേ? സബബ് ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് തവക്കുലാക്കണം. നമ്മൾ കയറി ഇരുന്നാൽ തന്നെ ഏതെങ്കിലും വല്ല പാലം പൊളിഞ്ഞു വീണത്, യാത്ര മുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, അവിടെ എത്തണമെന്നില്ല, അതിനിടക്ക് മരിക്കും, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണം നിങ്ങൾ ചെയ്തു വെക്കണം. ബാക്കി അലല്ലാഹ്. അതിനാണ് നബി തങ്ങൾ ബുറാഖിനെ കെട്ടിയിട്ടത്. അത് പഠിപ്പിക്കാൻ ഓരോ വാക്കുകളും ഹബീബിൻ്റെത് പാഠമാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഖുർആൻ ആരംഭിച്ചാൽ അതിനുശേഷം പറയാൻ പോകുന്ന വിഷയം അതീവ ഗൗരവമുള്ള മഹാത്ഭുതമാണ്. അപ്പോഴാ സുബ്ഹാന എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ നിന്റെ കഴിവ് എത്രയാ പടച്ചോനെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നമ്മൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തവണയെങ്കിലും അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ റബ്ബേ, നമ്മൾ എത്ര മോശക്കാരാ. നമ്മൾ കൽബിലെ ഈ ദേഷ്യവും പകയും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നുണപറച്ചിലും വൈരാഗ്യം പറയലും കുറ്റം പറച്ചിലും, അല്ലാഹുവേ നിനക്കിതൊന്നും ഇല്ലല്ലോ റബ്ബേ, നീ എത്ര ശുദ്ധനാണ് പടച്ചവനെ. സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണിച്ചാൽ ഉറങ്ങും അല്ലേ, നമുക്ക് ഉറക്കം വന്നാൽ ഉറങ്ങൂലേ? നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല, നമ്മൾ തളർന്ന് ക്ഷീണിച്ചു പോകും. അള്ളാഹുവിന് ഉറക്കില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു ഉറങ്ങുന്നില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, നോ സ്ലംബർ നോ സ്ലീപ്പ് ഓവർടേക്സ് ഹിം. അള്ളാഹ്ക്ക് ഈ തൂങ്ങി ഉറക്കം സാധാ ഉറക്കൊന്നും അള്ളാഹ്ക്കില്ല. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അള്ളാഹു ഉണർന്നിരിക്കുകയാണ്. അള്ളാഹ് ഒരു സെക്കൻഡ് ഉറങ്ങിയാൽ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനക്, പടച്ചവനെ ഞങ്ങളൊക്കെ മരിച്ചു പോകും, നിനക്ക് മരണമില്ല, നീ എന്തൊരു പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അസുഖം വരും, നിനക്കത് ഇല്ലല്ലോ പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് എത്ര ന്യൂനതയുണ്ട് റബ്ബേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. നിനക്ക് നീ ഇൽമ്, എല്ലാ ഇൽമും നിന്നിൽ നിന്നല്ലേ പടച്ചവനെ. ഇതാണ് ഈ സുബ്ഹാന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സുബ്ഹാന റബ്ബിയൽ അദീമ ബിഹംദിഹി എന്ന് റുകൂൽ പറയുമ്പോഴും, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിൽ പറയുമ്പോഴും, റുകൂലിൽ സുബ്ഹാന റബ്ബിയൽ അദീമ ബിഹംദിഹി എന്ന് പറയുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഖൽബിലേക്ക് കൊണ്ടുവരണം. അല്ലാഹ് പരിശുദ്ധനാണ്, നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ, നമ്മളിൽ ന്യൂനതകളുണ്ട്, അല്ലാഹുവിന് ന്യൂനതകളില്ല. നമ്മൾ മറക്കും, അല്ലാഹ് മറക്കൂല. സുബ്ഹാന ജല്ല ജലാലു. അതാണ് അല്ലാഹു. പുണ്യ നബിതങ്ങളെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത്. അള്ളാഹിനെ കാണാൻ പോകുന്ന, അള്ളാഹിന്റെ അടുത്തേക്കുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയോ, നമ്മളോടൊക്കെ അള്ളാഹു നേർക്കുനേരെ സംസാരിക്കും. കാണാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും. പക്ഷെ എല്ലാവരോടും അള്ളാഹു സംസാരിക്കും. ഇവിടെ ഇരിക്കണ എല്ലാവരോടും, എന്നോട്, നിങ്ങളോടും ഒക്കെ, മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും, നിങ്ങൾ ഓരോരുത്തരോടും. ഹബീബായ നബിയുടെ ഹദീസാണ്, വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ഇടനിലക്കാരനില്ലാതെ അള്ളാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. നിങ്ങളോട് അള്ളാഹു ചോദ്യം ചെയ്യും.
കുട്ടികളെ ഒഴിവാവുള്ളൂ, ഭ്രാന്തന്മാരെ ഒഴിവാവുള്ളൂ, മുക്കല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും, മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടും ഒക്കെ അള്ളാഹു തആല സംസാരിക്കും. ഇല്ലാ വയുകല്ലിമുഹു റബ്ബു, അള്ളാഹു നേർക്കുനേരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അലി തങ്ങൾ പറയാണ്, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മുഖത്തെ ഇറച്ചിങ്ങോട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ നാണിച്ച് നിൽക്കാൻ കഴിയില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട്, മോഷണം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, കള്ളത്തരമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട്. ചിലര് പറയും, എന്നെ കൊണ്ടുപോകല്ലിൻ, മലക്കുകളെ കൊണ്ടുപോകുക, എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹിനെ കാണണ്ട, എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളൂ. എന്നാൽ എനിക്ക് അള്ളാഹിനെ കാണാൻ പറ്റൂല. ഞാൻ എന്താ അള്ളാഹ്ക്ക് മറുപടി പറയാം? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയും? അതുകൊണ്ട് മുഅ്മിനെ മിഅ്റാജും ഇസ്റാഇനെ സംബന്ധിച്ചും പറയുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളെ, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അത് ഉറപ്പാണ്. എന്ത് മറുപടിയാണ് അള്ളാഹ്ക്ക് കൊടുക്കാൻ പോണത്? പടച്ചോനെ, ലോകകപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷന്റെ ആളായിരുന്നു ഞാൻ. അങ്ങനെ ചെല്ലാം എന്നെ മുമ്പ് എന്താണ് മറുപടി കിട്ടുക? അള്ളാഹുവേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. 4 മണി വരെ കളി കണ്ടിട്ടുണ്ട്, പക്ഷേ 5 മണിക്ക് വാങ്ങാൻ അവിടെ പോയി കടന്നുറങ്ങിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ പോണത്? ഓരോരുത്തരും അവരുടെ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. മഹാനായ നബി തങ്ങൾ പറയാം, അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. അള്ളാഹു കോടിക്കണക്കിന് ആളുകളോട് ഒരു സമയം അള്ളാഹു സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനുഷ്യരാ, നമുക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരു നേരത്തെ ഒരാളോടെ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചേ പറ്റുള്ളൂ. 1 to 1 നമുക്ക് ഒരാളോടെ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ പോലെയല്ല, മുഖാലിഫുൽ ലിൽ ഹവാദിസ്. അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം അള്ളാഹുവിന് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതേ തോന്നുള്ളൂ. അള്ളാഹ് ആ നേരത്ത് കോടിക്കണക്കിന് ആളുകളോട് സംസാരിക്കും. അതാണ് അള്ളാഹു ജല്ല. നിങ്ങളോടൊക്കെ, നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കാൻ. പിന്നെ അള്ളാഹിനെ കാണണം. ആ ഭാഗ്യം സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങൾക്ക്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, വല്ല റബ്ബേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? റബ്ബി അരിനീ അൻദുർ ഇലൈക്. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അരിനി, നീ നിന്നെ എനിക്ക് കാണിച്ചുതാ. എന്തല്ല, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, അങ്ങനല്ല. അള്ളാഹ് കാണിച്ചു തന്നാലേ കാണൂ. അതാർക്കറിയാം? മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം. നീ നിന്നെ എനിക്ക് കാണിച്ചു തരൂ റബ്ബേ. കാരണം لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. ഒരു കണ്ണിനും അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, കാണുക സാധ്യമല്ല. പൂർണ്ണമായി റബ്ബിനെ ഉൾക്കൊള്ളുക സാധ്യമല്ല. അള്ളാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്. വഹുവൽ ലതീഫുൽ ഖബീർ. എല്ലാ സസൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ഏത് ചെറുതും വലുതും അറിയും. നിങ്ങളിപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാനടക്കം. നമ്മുടെ കൽബിലുള്ള ചിന്ത എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഇതെനിക്കറിയാൻ പറ്റൂല. ഇവിടെയുള്ള ആർക്ക് നിങ്ങളെ കൽബ് അള്ളാഹ്ക്ക് അറിയാൻ പറ്റുള്ളൂ. ഓരോ നഗരവും കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, സ്കൈ സ്ക്രാപ്പേഴ്സ് കാണില്ലേ, വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ. ആ ബിൽഡിംഗ് ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ, സെൽഫി ഒക്കെ എടുക്കാം. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് ഭൂകമ്പം ഉണ്ടാക്കുന്നതും അള്ളാഹ് പരീക്ഷണം ചെയ്യുന്നതും അള്ളാഹ്ക്കറിയാം അവിടെ എന്താ നടക്കുന്നത്. അള്ളാഹുവിനറിയാം അവരുടെ മനസ്സെന്താണ്. മുദ്നിബീകളാണെങ്കിൽ അവർക്ക് അദാബാണ്, സജ്ജനങ്ങളാണെങ്കിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. പക്ഷെ അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മുടെ കൽബ് നമുക്കൊന്നും അറിയില്ല, അല്ലേ? നമുക്കൊന്നും അറിയില്ല. യാ അള്ളാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കി. മൂസാ നബി ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? അതിന് അള്ളാഹുവിന്റെ മറുപടിയും അത്ഭുതമാണ്. എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അള്ളാഹ് പറയണത്, ലൻ ഉറാ എന്നല്ല, എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല, അതല്ല മറുപടി. എന്താ മറുപടി? നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. എവിടെ വെച്ച് കാണാം? സ്വർഗത്തിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. അതാ പറഞ്ഞത്, ലൻ തറാനി, ലൻ ലിതഅബീദ്, ലിതഅബീദ് ദഹരി. ഈ ഭൂമിയുടെ കാലഘട്ടത്തിനിടയിൽ ഭൂമിയിലായിരിക്കെ മൂസാ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. അതാണ് ലൻ തറാനി. നിങ്ങളുടെ ജസദിലായി, ശരീരത്തിലായി നിങ്ങൾ നിൽക്കുന്ന ഈ സമയം കാണാൻ കഴിയില്ല, അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല മൂസാ നബിയെ. അപ്പോഴും ചോദിച്ചു, അള്ളാഹു എന്നാലും എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്ന്. അള്ളാഹുവിന്റെ സംസാരം കേട്ടു സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. ആ സംസാരം കേട്ട വൃക്ഷം ഇന്നും അവിടെ ഉണ്ട്. 5000 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറിയ ചെടി, ലോകത്ത് അത്ഭുതമായി നിൽക്കുന്ന ഒരു ചെടിയാണിത്. ദ ബേണിംഗ് ബുഷ് എന്നതിന് പറയാം.
മിന ഷജറത്തിൽ മുബാറക ജാനിബ ശർഖി, അള്ളാഹുവിൻ്റെ സംസാരം കേട്ട ആ ഒരു വൃക്ഷം എന്ന് ഖുർആൻ ഒരു ചെടി, ഒരു വള്ളിച്ചെടിയാണ്. അത് അവിടെ ഉണ്ടാവുള്ളൂ. സിനാ മരുഭൂമിയിലെ സെയിൻറ്റ് കാത്തറിൻ സിറ്റിയിലെ സെയിൻറ്റ് കാത്തറിൻ ചർച്ചിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. അവിടെ പോയാൽ കാണാൻ പറ്റും. ഇപ്പുറത്ത് പള്ളിയുണ്ട്, ചർച്ചുണ്ട്. അവിടെ ആ ചർച്ചിൽ വർക്ക് ചെയ്ത, നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുടെ തലയോട്ടി മാത്രമുള്ള റൂമുണ്ട്. അതിൽ ഫുള്ള് തലയോട്ടികളാണ്. അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ ഇമാമാരെന്ന് പറയാൻ പറ്റില്ലല്ലേ, അവിടുത്തെ പാട്രിയാർക്കീസുമാർ, ഫാദർമാർ, അവരുടെ ശവക്കല്ലറയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഗുർഫത്തുൽ ജുംജുമ എന്നാ പറയാ. ഇത് ഈജിപ്തിൻ്റെ ഭാഗമാണ്. ഒക്കെ അവിടെ കാണാൻ പറ്റും. ഫുള്ള് തലയോട്ടിയാണ്, റൂം നിറയെ. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദീനിൻ്റെ ഒരു ബഹുമാനം നോക്കണം. ഒരു മയ്യത്തിനെ എങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്യുക? ആ മയ്യത്തിട്ട് കളിക്കാൻ പറ്റും? തലയോട്ടെ കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെ ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലല്ലോ. അതൊരു ജസദിൻ്റെ ഭാഗം. അതിനെ ഇഹ്തിറാം ചെയ്യണമെന്ന്. ഇരിക്കട്ടെ, ഏതായിരിക്കട്ടെ, അവർക്ക് അവരുടെ ലഹും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ് അള്ളാഹുവിൻ്റെ. അപ്പോൾ കാണാൻ കൊതിയാവും. ഈ പ്രേമം തുടങ്ങൽ എങ്ങനെയാണല്ലോ? ആദ്യം മിസ് കോളാണ് വരിക, പിന്നെ മെസ്സേജായി, പിന്നെ അത് ചാറ്റിംഗ് ആയി, പിന്നെ അത് വോയിസ് ആയി, പിന്നെ നേരെ വിളിക്കലായി, പിന്നെ എവിടെയെങ്കിലും അപ്പോയിൻമെൻ്റ് ആയി, പിന്നെ തട്ടിക്കൊണ്ടുപോലും, പിന്നെ കുട്ടികളും മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോകുന്നേ. ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ശബ്ദമാണ്. പക്ഷെ അതൊരു നല്ല മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെത് പവിത്രമായ സൈക്രഡ് ലവ്, പവിത്രമായ സ്നേഹമാണ്. അള്ളാഹു, എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. കഴിയൂല മൂസാ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല, എന്നെ കാണപ്പെടൂല എന്നല്ല അള്ളാഹു പറയാം. അങ്ങനെയാണെങ്കിൽ ലൻ ഉറ എന്ന് അള്ളാഹ് പറയാ. അങ്ങനെയല്ല, ലൻ തറാനി, യു കനോട്ട് സീ മീ. അള്ളാഹുവിനെ കാണപ്പെടാത്തതുകൊണ്ടല്ല, അള്ളാഹു അത് കഴിവുള്ളവർക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. പക്ഷെ മൂസാ നബിയെ നിങ്ങൾക്ക് ഈ ഭൗതിക ശരീരത്തിൽ കാണാൻ പറ്റൂല. എന്നാലും എന്നാ പറഞ്ഞ മൂസാ നബിയെ, നിങ്ങളുടെ ശരീരം ചെറിയ സാധനല്ലേ, എന്തായാലും ഒരു 100 കിലോ, വലിയൊരു തടിയുള്ള ആളെ 130, 150 കിലോ. ഒരു മലയുടെ ഭാരത്രയാ, ഒരു പർവ്വതത്തിന്റെ ഭാരത്രയാ. സീനാ പർവ്വതത്തിന്റെ ഇപ്പുറത്തുണ്ട് ജബലുദ്ദക്ക. ജബലുദ്ദക്ക എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം, റബ്ബിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ അതങ്ങ് അമർന്നു പോയതാണ്. ആ പർവ്വതത്തിനാണ് ജബലുദ്ദക്ക എന്ന് പറയാ. അത് ഇപ്പോഴവിടെ ഉണ്ട്, ആ പർവ്വതം കാണാൻ പറ്റും. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക്, മഹാപർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ പർവ്വതം വിറക്കുകയും കിടുകിടാ വിറക്കുകയും പൊട്ടിത്തരിപ്പണമാവുകയും ചെയ്ത് ഈ കാഴ്ച പോലും കാണാൻ കഴിയാതെ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു. നബിയേ, ആ പർവ്വതത്തിന് ഇന്റെ തജല്ലി താങ്ങും. നിങ്ങളെ ബോഡിക്ക് എങ്ങനെ താങ്ങാൻ? നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? നിങ്ങളുടെ തടിയേക്കാൾ എത്ര വലുതാ പർവ്വതം, പർവ്വതത്തിന് താങ്ങാൻ പറ്റുന്നില്ല. മൂസാ നബിയുടെ മറുപടി, അള്ളാഹുവെ പുറത്തേരണേ റബ്ബേ, ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിച്ചല്ലോ. പക്ഷെ മൂസാ നബി അള്ളാഹിനോട് നേർക്കുനേരെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്, കാണിച്ചു തരുമോ? അത് ശ്രദ്ധിക്കണേ. കാരണം നുരിയഹൂമിൻ ആയാത്തിൻ എന്ന ആയത്തിൽ ഇനി വരാൻ പോണത്, ഇസ്രാഈലിന്റെ ആയത്തിൽ അള്ളാഹ് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നബിതങ്ങളെ. അള്ളാഹ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു അത്ഭുത യാത്രയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നിന്നെ ഒന്ന് കാണിച്ചു തന്നൂടെ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോഴേ, അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയില്ല, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹിനെ കാണൂല എന്നായിരുന്നുവെങ്കിൽ ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം. അപ്പൊ അങ്ങനെ പറയാ, മൂസാ നബിയെ വിവരക്കേട് ചോദിക്കരുത് എന്ന് പറയും. പക്ഷെ മൂസാ നബിയോട് അതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല ഇപ്പോ. അത് നല്ലൊരു മറുപടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ മറുപടി വേറെയാകുമായിരുന്നു. ആ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ റുഇയത്ത് ഹഖാൻ, അള്ളാഹുവിനെ നാളെ കാണാൻ കഴിയുമെന്നത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി. അള്ളാഹുവിനെ കാണും. എങ്ങനെ? കൈഫിയത്ത് എങ്ങനെയാണ്? ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ വി കാനോട്ട് എക്സ്പ്ലെയിൻ. പക്ഷേ അള്ളാഹുവിനെ കാണും. ദ സൈറ്റ് ഓഫ് അള്ളാഹ് ഈസ് റിയൽ. അള്ളാഹുവിന്റെ ഭാഗ്യം നമുക്ക് നൽകട്ടെ. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ഇഹ്സാൻ ചെയ്തവർക്ക് ഹുസ്നയുണ്ട്, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, വസിയാദ ഏറെയുമുണ്ട് എന്ന് പറഞ്ഞ, ഏറെ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണലാണത്രേ. എന്ത് രസമായിരിക്കും ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചോനെ കാണുക. ഇപ്പൊ നമ്മളിപ്പോ സൂര്യൻ ഇത്ര വലുപ്പം എന്നൊക്കെ പറഞ്ഞു അല്ലേ, 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം, അത്ര വലിയ പാത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കതിന് മുഴുവൻ കാണാൻ പറ്റുന്നില്ല. സൂര്യൻ്റെ ഒറിജിനൽ വലുപ്പം നമ്മൾ കാണുന്നില്ല. ഇല്ല, കാണുന്നുണ്ടോ? നക്ഷത്രങ്ങൾ, നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തിടങ്ങളിൽ നക്ഷത്രങ്ങളുണ്ട്.
ഇതൊന്നും കാണാൻ കഴിയാതെ ഭൂമിയിലെ ദൃശ്യപ്രപഞ്ചത്തെ സാധനങ്ങളാ. അവൻ അള്ളാനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഒരു അസാംഗത്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ചെറിയ 2 ഐബോൾ, ഈ കണ്ണ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ സാധനം, നമ്മുടെ മുഖം തന്നെ ചെറുതല്ലേ, നമ്മൾ തന്നെ ചെറുതല്ലേ, അതിൽപ്പെട്ട ഈ 2 ചെറിയ ബോള്, ഇതുകൊണ്ട് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് കാണത്തക്ക വിധം അള്ളങ്ങട്ട് ചെറുതാവണം എന്നാണോ നീ പറയുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തരല്ലേ അത്? നിന്റെ ഈ കണ്ണിന് ചെറിയ 2, ഇവിടുന്ന് കാസർഗോഡ് നോക്കിയാൽ കാണോ? ഇച്ചിരി കൂടെ പോട്ടെ, ഇപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്ന്, ഇവിടുന്ന് ബന്ധിയോട്ട് നോക്കിയാൽ കാണോ? ഇവിടുന്ന് വീഡിയോയിൽ കണ്ടേക്കാം, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാ? ഇതാ നമ്മുടെ കണ്ണ്. എന്നിട്ട് പറയും അള്ളാഹ് എന്നെ കാണുന്നത്. എന്താണ് 7 ആകാശലോകം? എന്താണ് ഈ എന്താണ് സ്പേസ്? ഇവിടെയുള്ള ഗോളങ്ങളും കോടാനു ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളൊക്കെ എന്താ? ഇതൊക്കെ സൃഷ്ടിച്ച അദീമായ അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചം ഒരു ചെറിയ വട്ടക്കണ്ണിയാണ്. അള്ളാഹുവിന്റെ കുർസിയാണ് അനന്തമായി കിടക്കുന്ന മരുഭൂമി. അത് കുർസിയാണെങ്കിൽ അള്ളാഹിന്റെ അർശ് എത്രയാണ്? നമ്മൾ പറയാം അള്ളാഹിന്റെ കൺമുമ്പിൽ കാണുന്നത്. ആ ചോദ്യം തന്നെ എന്തോ ഒരു ബഹുമാനമില്ലാത്ത ചോദ്യമല്ലേ അത്? എന്നിട്ട് അള്ളാഹ് പറയാണ് എന്നെ കാണിച്ചു തരാം. ദുന്യാവിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കെന്താ? ഇത് പരീക്ഷണമാണ്. അപ്പൊ ഒരു എക്സാം നടക്കുമ്പോഴേ ഉസ്താദോ ടീച്ചറോ ഉത്തരം ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്, നോക്കി എഴുതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. കുട്ടികളെല്ലാവരും ജയിക്കണം എന്ന ആഗ്രഹത്തിൽ കോപ്പിടിക്കാൻ വേണ്ടി അധ്യാപകൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ സങ്കല്പിച്ചോളൂ. അത് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ? ഉത്തരം ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ? ഉത്തരം കണ്ടിട്ട് എഴുതാൻ വലിയ പരീക്ഷയാണോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് പറയാ ഞാൻ പടച്ചോനാണ്. ഇതെന്ത് ഭിത്തിര, അതെന്ത് പരീക്ഷണമാണ്? അങ്ങനെ ഹക്കീമായ അള്ളാഹു ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. നിങ്ങൾക്ക് ഈ ചെടിയും ഈ മരങ്ങളും ഈ ആയിരക്കണക്കിന് തെങ്ങുകളും ഈ മണ്ണും ഈ മണൽത്തരിയും ഈ അന്തരീക്ഷവും ഇതെല്ലാം അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഈ നക്ഷത്രവും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ഈ ആകാശലോകത്തെ താരസമൂഹങ്ങളും മേഘപടലങ്ങളും സമുദ്രവും അവിടുത്തെ മത്സ്യങ്ങളുമെല്ലാം. നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കും, നന്നായിട്ടൊന്ന് സഹായിക്കും. ഒന്ന് സ്വലാത്തുല്ലിരിക്കണം, 3 സ്വലാത്തുല്ലിരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോളും. അപ്പോൾ ഇരിക്കുമ്പോൾ എന്തെയ്യെന്നറിയോ? സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. വലത്തുള്ള ആൾ ഇടത്തോട്ട് മാറുക, ഇടത്തുള്ള ആൾ വലത്തോട്ട് മാറുക. അങ്ങനെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കേ. ഒന്ന് എഴുന്നേറ്റോളൂ. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ബിസ്മില്ലാ. സ്റ്റേജ് മുകളിലിരുന്ന് എഴുന്നേൽക്കണ്ട. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, അപ്പുറപ്പുറം ഒന്ന് മാറിയിരുന്ന് നോക്കി. ഒന്ന് ഒരു ഉന്മേഷം, ഒരു ഉണർവ് കിട്ടാനാണ്. ഇരുന്നോട് തന്നെ ഇരിക്കാതെ എന്ത് ചെയ്യുക, ഒന്നിട്ട് മാറി കൊടുക്കുക. അത് സുന്നത്തും ഫർളൊന്നും അല്ല, നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി. പക്ഷെ അതൊരു ഒരു ഉന്മേഷം കിട്ടാൻ നല്ലതാണ്. ഒരു ചെറിയൊരു ഡിഫറൻറ്റ്. പിന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യുക? അവരോട് ഐക്യം പ്രഖ്യാപിച്ച് ഞാനും നിൽക്കുക തന്നെയാണ്. പക്ഷേ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വല്ല വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകർ കുറച്ച് കസേര എവിടെന്നെങ്കിലും ഇല്ലെങ്കിൽ കുറച്ച് പേപ്പറോ എന്തെങ്കിലും കൊടുത്ത് ഇരിക്കാൻ സൗകര്യം ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ രാത്രി 27 റജബിൻ്റെ 27 രാവാണ്. നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശുദ്ധമായ ഒരു രാത്രിയെ സാക്ഷിയാക്കി നമ്മൾ നോമ്പെടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ മൻ സ്വാമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ. റജബ് 27 നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല 60 മാസങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലം നൽകുമെന്ന ഒരു ഹദീസാണ് അതിന് ഉലമാ തെളിവായി ഉദ്ധരിക്കുക. ഈ ഹദീസിനെ സംബന്ധിച്ച് അതിൽ ദുഅഫുണ്ട് എന്ന് പറയുമെങ്കിലും ഫളായിലുൽ അമാൽ, അമലുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കാൻ വേണ്ടി ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുന്നതിനോ ആശ്രയിക്കുന്നതിനോ ഒരു വിഷയവുമില്ലെന്നാണ് ഫുഖഹാഇന്റെ മസ്അല. അതുകൊണ്ടാണ് അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് പറയാൻ കാരണം. അത് വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസായതുകൊണ്ടല്ല. പക്ഷേ ദഈഫാണെങ്കിൽ തന്നെയും അതിൽ ദുഅഫുണ്ടെങ്കിൽ തന്നെയും ഫളായിലുൽ അമാലിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതാണ് നമ്മുടെ ഫിഖഹിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ പറയാം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ സംബന്ധിച്ച് ഇമാം ഖറാഫി തങ്ങൾ ഉദ്ധരിക്കുന്നത്, ഇമാം ഇബ്നു ഹബീബ് തങ്ങൾ, അതുപോലെ തന്നെ ഇമാം ഖലീൽ എന്നവർ, അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ ഇമാം അൽ